ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ മമ്മി എല്ലാ ദിവസവും മുടങ്ങാണ്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്ന മാതാവിനോട് ഉള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ കേൾക്കാത്തതും അറിയാത്തവരുമായ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് 33 ദിവസം ഈ പ്രാർത്ഥന ചൊല്ലണം. ഇതിൻ്റെ ശക്തി അതുപോലത്തെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് 33 പ്രാവശ്യം ചൊല്ലാൻ പറ്റിയാൽ തന്നെ അത് വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ചൊല്ലിയിട്ട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗാവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, കടബാധ്യത, വീടില്ലാത്ത അവസ്ഥ, എല്ലാ ആവശ്യങ്ങളും, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കാൻ വേണ്ടിയും ഓർമ്മശക്തി ലഭിക്കാൻ വേണ്ടിയും എല്ലാ കാര്യങ്ങളും നമുക്ക് മാതാവിൻ്റെ മുമ്പിൽ ഈ സമയം സമർപ്പിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പറ്റുന്നവരെല്ലാവരും 33 തവണ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ അഴിയാത്ത എല്ലാ പ്രശ്നങ്ങളുടെയും കെട്ടുകൾ മാതാവ് അഴിച്ചു തരും. അപ്പം മാതാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണം.